നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഭാവിയിൽ US നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും മധ്യപൂർവ്വദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ച് മറുപടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. വെടിനിർത്തലിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവിന്റെ പരസ്യ പ്രതികരണം ഇത് ആദ്യം. ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിച്ച് ഇല്ലാതാക്കി എന്ന് ന്യായീകരിച്ച് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്ത് കഴിഞ്ഞയാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ പ്രധാന സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന പ്രാഥമിക ഇന്റലിജൻസ് വിലയിരുത്തലുകൾക്ക് പിന്നാലെ സൈനിക നടപടിയെ ന്യായീകരിക്കൽ. ഡൊണാൾഡ് ട്രംപിന്റെ യൂറോപ്യൻ യൂണിയനുള്ള താരിഫ് നിരക്ക് വർധനവിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നു. ട്രംപുമായുള്ള വ്യാപാര കരാറിന് യൂറോപ്യൻ യൂണിയൻ തയ്യാറാണെന്ന് ആവർത്തിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ. ടോം ക്രൂയിസിന്റെ മിഷൻ ഇംപോസിബിൾ എന്ന ചിത്രത്തിലെ വിഖ്യാത തീം ഗാനത്തിന്റെ രചയിതാവും അർജന്റീനിയൻ സംഗീത സംവിധായകൻ ലാലോ ഷിഫ്രിൻ അന്തരിച്ചു. അന്ത്യം ന്യൂമോണിയ സങ്കീർണതകൾ മൂലം. ജപ്പാനിലെ യമഗത വിമാനത്താവളത്തിലെ റൺവേയിൽ കരടി പ്രത്യക്ഷപ്പെട്ടതോടെ വിമാന ഗതാഗതം താറുമാറായി. പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് വിമാനത്താവളം അടച്ചുപൂട്ടി. അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഖത്തറിനോട് ഖേദം പ്രകടിപ്പിച്ച ഇറാൻ പ്രസിഡന്റ് മസ്ഊദ് പെഷസ്കിയാൻ അമീർ ഷേഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു. എമിറേറ്റ്സിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ സൗരോർജ്ജ പ്ലാന്റ് ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. സന എന്ന് പേരിട്ടിരിക്കുന്ന പ്ലാന്റ് ഷാർജ ഉപഭരണാധികാരി ഷേഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഹസിം സമർപ്പിച്ചു. വംശനാശം നേരിടുന്ന ജീവികളുടെയും സസ്യജാലങ്ങളുടെയും അന്താരാഷ്ട്ര വിൽപ്പന നിയന്ത്രിക്കുന്നതിന് UAEയിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഹിമാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ മരണം 5. കുളു, മണാലി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. രാഷ്ട്രീയ ജനതാദളിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കപ്പെട്ടത് അടുത്ത ലാലു പ്രസാദ് യാദവ് താനാണെന്ന് അറിയാവുന്നത് കൊണ്ടാണെന്ന് ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജസ് പ്രതാപ് യാദവ്. വാർത്തകൾ വിശദമായി. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഭാവിയിൽ US നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും മധ്യപൂർവ്വദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ച് മറുപടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. വെടിനിർത്തലിന് ശേഷം ഇത് ആദ്യമായാണ് ഇറാന്റെ പരമോന്നത നേതാവ് പരസ്യമായി പ്രതികരിക്കുന്നത്. തിങ്കളാഴ്ച ഖത്തറിലെ ഒരു US താവളത്തിനു നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് തന്റെ രാജ്യം അമേരിക്കയുടെ മുഖത്ത് ഒരു അടി കൊടുത്തു എന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണം ഒന്നും നേടിയില്ല എന്നും ഡൊണാൾഡ് ട്രംപ് അതിനെ അതിശയോക്തിപരമായി വിവരിച്ചെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത മുൻകൂട്ടി രേഖപ്പെടുത്തിയ പ്രസ്താവനകളിൽ ഇസ്രയേലിനെതിരായ തന്റെ രാജ്യത്തിന്റെ വിജയത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ഒരിക്കലും USന് കീഴടങ്ങില്ലെന്ന പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിച്ച് ഇല്ലാതാക്കി എന്ന് ന്യായീകരിച്ച് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ ആക്രമണങ്ങൾ പ്രധാന സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും മാസങ്ങൾക്കുള്ളിൽ അവ പുനരാരംഭിക്കാൻ കഴിയുമെന്നുമുള്ള പ്രാഥമിക ഇന്റലിജൻസ് വിലയിരുത്തലുകൾ വന്നിട്ടും സൈനിക നടപടിയെ ന്യായീകരിക്കുകയാണ് പീറ്റർ ഹെഗ്സെത്ത്. പെന്റഗൺ ബ്രീഫിംഗ് റൂമിൽ നിന്നും സംസാരിച്ച ഹെഗ്സെത്ത് പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രാരംഭ വിലയിരുത്തലുകൾ സംശയം പ്രകടിപ്പിച്ചു. അത് പ്രാഥമികം മാത്രമാണെന്നും റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ അജണ്ടയുണ്ടെന്നാണ് ഹെഗ്സെത്ത് വ്യക്തമാക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ യൂറോപ്യൻ യൂണിയനുള്ള താരിഫ് നിരക്ക് വർധനവിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നു. ട്രംപുമായുള്ള വ്യാപാര കരാറിന് യൂറോപ്യൻ യൂണിയൻ തയ്യാറാണെന്ന് ആവർത്തിച്ച് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ. എന്നാൽ എല്ലാ ഓപ്ഷനുകളും ഇപ്പോഴും യൂണിയൻ പരിഗണനയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. USുമായുള്ള ഏറ്റവും പുതിയ ചർച്ചാരേഖ വിശകലനം ചെയ്യുകയാണ് വോൺ ഡെർ ലെയൻ. ആവശ്യാനുസരണം ഞങ്ങൾ യൂറോപ്യൻ താൽപര്യം സംരക്ഷിക്കുമെന്നും ബ്രസൽസിൽ നടന്ന ഒരു ഉച്ചകോടിയിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി സംസാരിച്ച ശേഷം അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വൈറ്റ് ഹൗസ് യൂണിയനും ഒരു കരാറിൽ എത്തിയെങ്കിലും ജൂലൈ 9 മുതൽ എല്ലാ യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങളിലും 50% തീരുവ ചുമത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മിക്ക യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങളും ഇതിനകം 10% താരിഫ് നേരിടുന്നു. കാറുകളും കാർ ഭാഗങ്ങളും 25%, സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് 50% ലെവികൾ ചുമത്തുന്നു.
ടോം ക്രൂയിസിന്റെ മിഷൻ ഇംപോസിബിൾ എന്ന ചിത്രത്തിലെ വിഖ്യാത തീം ഗാനത്തിന്റെ രചയിതാവും അർജന്റീനിയൻ സംഗീത സംവിധായകൻ ലാലോ ഷിഫ്രിൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 93 വയസ്സായിരുന്നു. 100-ലധികം സിനിമകൾക്കും ടെലിവിഷൻ സംഗീത സംവിധായകർക്കും വേണ്ടി എഴുതിയ ഷിഫ്രിൻ വ്യാഴാഴ്ച ന്യൂമോണിയ സങ്കീർണതകൾ മൂലമാണ് മരിച്ചതെന്ന് കുടുംബം സ്ഥിരീകരിച്ചു. അർജന്റീനിയക്കാരനായ അദ്ദേഹം 4 ഗ്രാമി അവാർഡുകൾ നേടി. കൂൾ ഹാൻഡ് ലുക്ക്, ദി ഫോക്സ് ഓയസ് ഓഫ് ദി ഡാംഡ്, ദി അമിവിറ്റിവെല്ല ഹൊറർ, ദി സ്റ്റിംഗ് സെക്കൻഡ് എന്നിവയിലെ ഒറിജിനൽ സ്കോറിന് 5 ഉൾപ്പെടെ 6 ഓസ്കാറുകൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1990 ഇറ്റലിയിൽ നടന്ന ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിനായി അദ്ദേഹം ഗ്രാൻഡ് ഫിനാലെ സംഗീതവും എഴുതി. ജാസ് പിയാനിസ്റ്റും ക്ലാസിക്കൽ കണ്ടക്ടറുമായ ഷിഫ്രിനിലെ ഏറ്റവും വലിയ സംഭാവന മിഷൻ ഇംപോസിബിൾ നൽകിയ സ്കോർ ആയിരുന്നു. ജപ്പാനിലെ യമഗത വിമാനത്താവളത്തിലെ റൺവേയിൽ കരടി പ്രത്യക്ഷപ്പെട്ടതോടെ വിമാന ഗതാഗതം താറുമാറായി. ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് വിമാനത്താവളം അടച്ചുപൂട്ടി. വ്യാഴാഴ്ച പുലർച്ചെ വടക്കൻ യമഗത വിമാനത്താവളത്തിലാണ് കരടി ആദ്യം പ്രത്യക്ഷപ്പെട്ടതോടെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലായി. ഇതോടെ 1 ഡസൻ വിമാനങ്ങൾ റദ്ദാക്കി. പിന്നാലെ സർവീസുകൾ പുനരാരംഭിച്ചുവെങ്കിലും ഉച്ചയ്ക്ക് വീണ്ടും കരടി റൺവേയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതോടെ വിമാന ഗതാഗതം വീണ്ടും നിർത്തിവെച്ചു. ഇനി ആനന്ദ് ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം. 1 പൗണ്ട് 117.43 ഇന്ത്യൻ രൂപ. 1 US ഡോളർ 85.56 ഇന്ത്യൻ രൂപ. 1 യൂറോ 99.99 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.37 US ഡോളർ. ഇനിയൊരു ഇടവേള.